ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ നമുക്ക് ഇന്ന് അടുത്ത ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ? അപ്പോൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത കോൺസെപ്റ്റ് നമ്മൾ അടുത്ത ലെക്ചറിലേക്ക് മൂവ് ചെയ്യാണ്. അപ്പോൾ ഒരു മൂവ് ചെയ്യുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നുണ്ട്. ഒന്ന്, വേരിയബിൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എങ്ങനെ HTML-ലൂടെ നമ്മൾ യൂസ് ചെയ്യാം. രണ്ടാമത്, ഫോണ്ടിനെ എങ്ങനെ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിലേക്ക് എംബഡ് ചെയ്യാം, ആഡ് ചെയ്യാം എന്നുള്ളൊരു കാര്യം. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ വേരിയബിൾ? ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ഔട്ട് ചെയ്യാം ഞാൻ. അപ്പോൾ വേരിയബിൾ എന്ന് പറയുമ്പോഴേക്കും ഫോർ എക്സാമ്പിൾ ഈ ഫയലാണല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ നിങ്ങൾക്ക് തന്ന അസൈൻമെൻറ്റ് പലരും എന്താ പറയുക പ്രോപ്പറായിട്ടുള്ളൊരു സ്ട്രക്ചറല്ല. വളരെ ചുരുക്കം സ്റ്റുഡൻസ് മാത്രമേ അത് എഫക്റ്റീവായിട്ട് കോഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ആ ചുരുക്കം സ്റ്റുഡൻസിലും കുറച്ച് പേർക്ക് പ്രോബ്ലം ഉണ്ട് ചില ഏരിയസിലേക്കൊക്കെ വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഈ വർക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. കോഡ് ചെയ്യുന്നത് എങ്ങനെയാണുള്ളത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത കോഡിംഗ് മെത്തേഡും ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന കോഡിംഗ് മെത്തേഡും തമ്മിൽ ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഫൈനലൈസ് ചെയ്യുക നിങ്ങൾ. ഓക്കെ, ഫൈൻ. അപ്പോൾ ഈ ഒരു വർക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വർക്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കളേഴ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്ന രീതിയിൽ. ഫോർ എക്സാമ്പിൾ ഈ കാണുന്ന ഹെഡറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ, അതുപോലെ തന്നെ ഇവിടെ ഈ ഐ വാണ്ട് ടു ലേൺ എന്ന് പറയുന്ന ഈ കാണുന്ന ടെക്സ്റ്റിൻ്റെ കളർ, ഈ കാണുന്ന കളർ സെയിം ആണ്. സെയിം വേ ഇവിടെ വരുന്ന ഈ ബാക്ക്ഗ്രൗണ്ട് കളറും സെയിം ആണ്. റൈറ്റ്? ഓക്കെ. ആൻഡ് ബോട്ടത്തിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് അതുപോലെ തന്നെ കളർ പ്രോപ്പർട്ടി നോക്കുകയാണെന്ന് വെച്ചാൽ ഈ കാണുന്ന കളർ. അപ്പോൾ നമ്മുടെ ഈ വെബ്സൈറ്റിനകത്ത് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന അല്ലെങ്കിൽ വെബ് പേജിനകത്ത് ഉപയോഗിക്കാൻ പോകുന്ന ചില പ്രോപ്പർട്ടീസ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, റീയൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോപ്പർട്ടീസ്, അപ്പോൾ ചിലപ്പോൾ റീയൂസബിൾ ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആയിരിക്കാം. അപ്പോൾ ഈ പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ വെബ് പേജിലേക്ക് സ്റ്റോർ ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഈ സ്റ്റോർ ചെയ്യുന്ന പ്രൊസീജിയറാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ വേരിയബിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് സ്റ്റോറേജ് കണ്ടെയ്നർ. ഓക്കെ. അപ്പോൾ വേരിയബിൾ എന്ന് പറയുന്നതിന് നമ്മൾ ഒരു സ്റ്റോറേജ് കണ്ടെയ്നർ ആയിട്ട് യൂസ് ചെയ്യുന്നു. ഈ കണ്ടെയ്നറിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ആവശ്യമില്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാല്യൂസിന് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന കളർ പ്രോപ്പർട്ടീസാണ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ഈ കളർ വാല്യൂസിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കണ്ടെയ്നറിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ. പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് വേരിയബിൾ എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് കണ്ടെയ്നർ എന്നാണ് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ കളേഴ്സ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് വേരിയബിൾ കോൺസെപ്റ്റ്സ് യൂസ് ചെയ്യുന്നു. ഓക്കെ. അടുത്ത കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫോണ്ടിനെ എങ്ങനെ നമ്മൾ എംബഡ് ചെയ്യാം, നമ്മുടെ വെബ് പേജിൽ എങ്ങനെ എംബഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ കാണുന്ന ലേഔട്ടിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് റോബോട്ടോ എന്ന് പറയുന്ന ഫോണ്ടാണ്. ഈ ഫോണിനകത്ത് രണ്ട് ഫാമിലീസ് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് റെഗുലർ എന്ന് പറയുന്നതും അടുത്ത് ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു ഫോണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് ഫോൺസും ഇപ്പോൾ ഫോണിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വെബ് പേജിലേക്ക് ഏത് ഫോണ്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ സിസ്റ്റത്തിനകത്തുള്ള ഫോണ്ട് ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം, നോ ഇഷ്യൂസ്. ബട്ട് പ്രോബ്ലം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ സിസ്റ്റത്തിലല്ല. നമ്മൾ ഈ ഫോണ്ടിനെ യൂസ് ചെയ്തിരിക്കുന്ന വെബ് പേജിനെ അല്ലെങ്കിൽ വെബ്സൈറ്റിനെ ഹോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറൊരു യൂസറിൻ്റെ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ ഈ കാണുന്ന വെബ് പേജിനെ ഓപ്പൺ ചെയ്യുമ്പോൾ ആ പർട്ടിക്കുലർ സിസ്റ്റത്തിനകത്ത് ഈ റോബോട്ടോ എന്ന് പറയുന്ന ഫോണ്ട് ഇല്ല എങ്കിൽ എന്തായിരിക്കും, ഫോൺ മിസ്സിംഗ് പ്രോബ്ലം. അപ്പോൾ ഫോൺ മിസ്സിംഗ് പ്രോബ്ലം എങ്ങനെയായിട്ട് അത് നമുക്ക് കാണിക്കുക? ആ ഫോണ്ട് ഇല്ലാത്ത പക്ഷത്ത് ഡിഫോൾട്ടായിട്ട് സിസ്റ്റത്തിൻ്റെ ഫോണ്ട് ഏതാണോ, അല്ലെങ്കിൽ ബ്രൗസറിൻ്റെ ഡിഫോൾട്ട് ഫോണ്ട്, നമുക്കറിയാം ബ്രൗസറിൻ്റെ ഡിഫോൾട്ട് ഫോണ്ട് എന്ന് പറയുന്നത് ടൈംസ് ന്യൂ റോമൻ ആണ്. ആ ഫോണ്ടിലേക്ക് തന്നെ എന്താവും, ഇത് അപ്ഡേറ്റ് ആവും. അങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രോബ്ലം നിങ്ങളുടെ ലേഔട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത രീതിയിലായിരിക്കില്ല വന്നിട്ടുണ്ടാവുക. നിങ്ങളുടെ ഫോണ്ട് അവിടെ മിസ്സാകുമ്പോൾ വേറൊരു രീതിയിലുള്ള ഒരു ലേഔട്ടും അല്ലെങ്കിൽ ടൈപ്പോഗ്രാഫിയും ഒക്കെ മാറിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഫോൺസിനെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് എംബഡ് ചെയ്യണം. ഈ രണ്ട് പ്രൊസീജിയറാണ് ഇവിടുത്തെ മെയിൻ ടോപ്പിക്. അപ്പോൾ ഇതിനെക്കുറിച്ച് ആദ്യം ഒന്ന് നമുക്ക് ഒന്ന് ബ്രീഫ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്ന് വർക്ക് ചെയ്ത് കാണാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ഈ കാണുന്ന നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ടാസ്ക് അല്ലെങ്കിൽ അസൈൻമെൻറ്റ് തന്നെയാണ് ഇപ്പോൾ ഞാൻ ഇവിടെ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ അത് ചെയ്യണം എന്നുള്ളത് നോക്കുക. നമ്മുടെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തൊരു പലരും ഒരുപാട് പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെക്ടിഫൈ ചെയ്യാൻ നോക്കി നോക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം ഒരു റൂട്ട് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ. ലൈക്ക് RWD ഫൈനൽ എന്ന് പറഞ്ഞിട്ടുള്ള പേരിലൊരു റൂട്ട് ഫോൾഡർ. ഇതിലേക്ക് എനിക്ക് ഇമേജസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോൾഡർ വേണം, CSSനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഫോൾഡറും വേണം നമുക്ക്. പ്ലസ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഫോണ്ടും. അപ്പോൾ ഫോൺസിനെ എങ്ങനെ എംബഡ് ചെയ്യുന്നത് നമ്മൾ നോക്കിയായിരുന്നു അല്ലേ? അപ്പോൾ അത് എങ്ങനെ അതിലേക്ക് നമ്മൾ ഫോൺസിലേക്ക് കൊണ്ടുവരാനുള്ളത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഫോണ്ടിനെ നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഫോണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടത് നമ്മുടെ ഫോണ്ടിനെ ഇതിലേക്ക് ഒന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൺട്രോൾ പാനലിനകത്ത് നമുക്ക് ഫോൺസ് എന്ന് പറഞ്ഞ് കാണും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഫോണ്ട് റോബോട്ടോ എന്ന് പറയുന്ന ഫോണ്ടാണ്. അപ്പോൾ ആ ഫോണ്ട് ഒന്ന് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഇതാണ് ആ ഫോണിൻ്റെ ഗ്രൂപ്പ്, ഒന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള ഈ രണ്ട് ഫോൺസാണ് യൂസ് ചെയ്യാൻ പോകുന്നത്, റോബോട്ടോ ബ്ലാക്ക് എന്ന് പറയുന്നതും റോബോട്ടോ റെഗുലർ എന്ന് പറയുന്നതും. ഓക്കെ. ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി കൊടുക്കുന്നുണ്ട്.
ഈ വിൻഡോ ഞാൻ ക്ലോസ് ചെയ്യുന്നു. ഇനി നമ്മുടെ ഫോൺ ഫോൾഡറിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത് ലെങ്തി നെയിം ആണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊന്ന് റീനെയിം ചെയ്യാം. ഇപ്പം ഞാൻ ഇപ്പോൾ ഇതിനകത്ത് റോബോട്ടോ റെഗുലർ ഓക്കെ, ഇതിനകത്ത് വന്നിരിക്കുന്ന ഈ റോബോട്ടോ ബ്ലാക്ക് കഴിഞ്ഞിട്ട് വന്ന് എന്തെങ്കിലും റീനെയിം ചെയ്യാണ്ട് വെച്ചെങ്കിൽ അപ്പോൾ ബ്ലാക്ക് വരെ മാത്രം നിർത്തുന്നു. അപ്പോൾ ഈ 2 ഫോൺസാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. റൈറ്റ്, ഫൈൻ, അത്രയേ ഉള്ളൂ. ഇനി കോഡിലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ എടുക്കുന്നത്. ഈ ഫോണിനെ എങ്ങനെ നമുക്ക് നമ്മുടെ വെബ് പേജിലേക്ക് എംബഡ് ചെയ്യാനുള്ളത് അത് പിന്നീട് നോക്കി നോക്കാം. അതുപോലെ തന്നെ ഇമേജസ് നമുക്ക് വേണം. ഇപ്പോൾ ഇമേജസ് ഞാൻ എന്ത് ചെയ്യുന്നു, ലൈക്ക് വേറൊരു ഫോൾഡറിനല്ല, ആ ഇമേജസിനെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. ജസ്റ്റ് കോപ്പിങ് ദിസ് ഇമേജസ്. ഇനി നമ്മുടെ ഫോൾഡറിലേക്ക് നമ്മളിപ്പോൾ കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുന്ന റൂട്ട് ഫോൾഡർ ഇതാണ്, RWD ആൻഡ് ഇമേജ് ഫോൾഡറിലേക്ക് നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അസറ്റ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫോൺ ഫോൾഡറിനകത്തേക്ക് കൺട്രോൾ പാനലിൽ നമ്മുടെ ഫോണിനകത്തുള്ള ഏത് ഫോൺ ഉപയോഗിക്കാൻ പോകുന്ന വെച്ചാൽ അത് കോപ്പി പേസ്റ്റ് ചെയ്തു, ആവശ്യത്തിനനുസരിച്ച് റീനെയിം ചെയ്തു. ഇമേജസിനും അതുപോലെ തന്നെ നമ്മൾ ഡംപ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ കാണുന്ന ഫോൾഡറിനെ, ഈ കാണുന്ന RWD ഫൈനലിനെ എന്ത് ചെയ്യണം, നമ്മുടെ കോഡ് എഡിറ്ററിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അതെങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്നത് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആൾറെഡി ഉണ്ട്, ഇതൊന്നും വേണ്ട, നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം. ഇനി ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യണം VS കോഡിലേക്ക്. ഡ്രീംവേവർ ആണ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ ഡ്രീംവേവറിനകത്ത് നമ്മൾ സൈറ്റ് മാനേജ്മെൻറ്റ് വഴി ഈ കാണുന്ന പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നു. ഇത് കുറച്ചും കൂടി സിമ്പിളായിട്ട് ഇവിടെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി വെൽക്കം, ഈ കാണുന്ന ഫയലൊന്ന് ക്ലോസ് ചെയ്യുന്നുണ്ട്. പുതിയ ഫയലിനെ ക്രിയേറ്റ് ചെയ്യുന്നു, Ctrl N. ഇനി ഫയലിനെ നമ്മൾ സേവ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, Ctrl S. നമ്മുടെ റൂട്ട് ഫോൾഡറിനകത്ത് ഇൻഡെക്സ് എന്ന് പറയുന്ന പേരിൽ ഞാൻ എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ പലരും ഈ ഫയൽ നെയിം പ്രോപ്പർ അല്ല, അത് ഇൻഡെക്സ് എന്ന് പറയുന്ന പേര് തന്നെ മെയിൻ ഫയലിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കി നോക്കുക. ഓക്കെ, ജസ്റ്റ് സേവിങ്. ഇനി അടുത്ത് വേണ്ടത് ഇതിൻ്റെ കോഡ് നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നു. ഓക്കെ, ഫയലൊന്ന് സേവ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് ലൈവായിട്ട് എനിക്കൊന്ന് പ്രിവ്യൂ ചെക്ക് ചെയ്ത് കാണണം. ഓപ്പൺ വിത്ത് ലൈവ് സെർവർ. ഓക്കെ, ക്രോമിലൂടെയാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. ഇതാണ് നമ്മുടെ ഫയൽ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞിട്ട്. അടുത്ത് നമുക്ക് എന്താ, ഇതിൻ്റെ ടൈറ്റിൽ കറക്റ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അസൈൻമെൻറ്റിനകത്ത് പലരും ടൈറ്റിൽ കറക്റ്റ് ചെയ്തിട്ടില്ല. സോ ഇപ്പോൾ ഇതിനെന്ത് ചെയ്യുന്നു, ഞാൻ RWD ചാലഞ്ച് എന്ന് പറയുന്ന പേരിൽ ഒന്ന് കമ്പോസ് ചെയ്യണം. യെസ്, RWD ചാലഞ്ച്. ഓക്കെ, ഫൈനലൈസ് ആയി. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് CSS ഫയലാണ്. ഓക്കെ, അപ്പോൾ CSS ഫയലും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, സേവ് ചെയ്യാൻ പോവുകയാണ്. CSS ഫോൾഡറിനകത്ത് RWD സ്റ്റൈൽസ് എന്ന് പറയുന്ന പേരിൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു. ഇനി ഈ ഫയലിനെ എനിക്ക് എന്ത് ചെയ്യണം, ഇവിടേക്ക് ഷെയർ ചെയ്യണം, കറക്റ്റ് ലിങ്ക് ചെയ്യണം. അപ്പോൾ ലിങ്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ മെറ്റാ ടാഗ് കഴിഞ്ഞതിന് ശേഷം ടൈറ്റിലിൻ്റെ മുമ്പായിട്ട് ലിങ്ക് ടാഗ് യൂസ് ചെയ്യുന്നു. ഇതിനകത്ത് നമ്മുടെ ഫയൽ നെയിം പ്രോപ്പറായിട്ട് മെൻഷൻ ചെയ്യുക. CSS ഫോൾഡറിനകത്തുള്ള RWD സ്റ്റൈൽസ് ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ലൈക്ക് RWD styles.css സേവ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ 2 ഫയൽ. അപ്പോൾ ഇതിനകത്ത് ബേസിക്കായിട്ട് നമുക്കറിയാം, ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ലൈക്ക് ഇതിൻ്റെ കണ്ടൻറ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. നമുക്ക് എന്തൊക്കെയാണ് കണ്ടൻറ് നോക്കി നോക്കാം. അപ്പോൾ ഇതിനകത്ത് വെരി ഫസ്റ്റ് നമുക്കൊരു H1 വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ആദ്യം ഇതിനെക്കുറിച്ചൊന്ന് ബ്രീഫായിട്ട് നമുക്ക് സ്റ്റഡി ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് എത്ര സെക്ഷൻസ് വന്നിട്ടുണ്ടെന്ന് നോക്കി നോക്കുക. അപ്പോൾ ഇത് സെക്ഷൻ 1 ആണ്, ദാറ്റ് ഈസ് ഹെഡർ. സെക്ഷൻ 2 ആണ്. ഓക്കെ, ആൻഡ് സെക്ഷൻ 3 ആണ് നമ്മുടെ ലൈറ്റ് കളർ പിങ്ക് കളർ ബാക്ക്ഗ്രൗണ്ട് വരുന്നത്. ഓക്കെ, സെക്ഷൻ 3. ആൻഡ് സെക്ഷൻ 4 എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ സെക്ഷൻ 4. ആൻഡ് സെക്ഷൻ 5 ഇത് ഫുട്ടറാണ്. അപ്പോൾ മൊത്തം 5 സെക്ഷൻസോളം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോഡിനകത്ത് എന്ത് ചെയ്യുക, ആ സെക്ഷൻസൊക്കെ ഒന്ന് അതുപോലെ തന്നെ ഒന്ന് HTML ബേസ്ഡ് ആയിട്ടുള്ള കോഡ് കൊടുത്ത് കറക്റ്റ് സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹെഡർ ഫസ്റ്റ് സെക്ഷനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. അടുത്ത സെക്ഷൻ ഇതുപോലെ തന്നെ നമുക്ക് എന്താ വേണ്ടത്, 3 സെക്ഷനോളം വരുന്നുണ്ട്. ഓക്കെ, ഒന്ന് കോപ്പി ചെയ്യുന്നു. സെക്കൻഡ്, തേർഡ് സെക്ഷൻ ആൻഡ് ഫൈനൽ സെക്ഷൻ നമ്മൾ ഫുട്ടർ HTML കറസ്പോണ്ടൻറ്റ് കോഡിനെ യൂസ് ചെയ്യുന്നു. അപ്പോൾ നോക്കുകയാണെന്ന് വെച്ചാൽ 1 2 3 4 5 അപ്പോൾ 5 ഗ്രൂപ്പായി. ഇനി ഈ 5 ഗ്രൂപ്പിനകത്ത് നമുക്ക് ഈ ഹെഡറിനകത്ത് നമുക്ക് വേണ്ടി വരുന്ന ഇൻഫർമേഷനാണ് ആദ്യം നമ്മൾ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. ഹെഡറിനകത്ത് ലൈക്ക് H1 ടാഗ് വരുന്നുണ്ടാവും, പാരഗ്രാഫും വരുന്നുണ്ട്, പ്ലസ് ഇതൊരു ലിങ്കാണ്, ബട്ടണായിട്ട് വേണം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ പലരും പാരഗ്രാഫായിട്ടും ഡിവായിട്ടൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒന്നും ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഇത് 3 സിബ്ലിങ്സ് ആണ്. ഓക്കെ, ഒരേ ലെവലിലുള്ള 3 എലമെൻറ്റ്സ് ആണിത്. അപ്പോൾ ആ 3 എലമെൻറ്റ്സ് നമുക്കൊന്ന് യൂസ് ചെയ്യാം. ആദ്യം H1 ആണ് യൂസ് ചെയ്യുന്നത്. H1നകത്ത് ഈ കാണുന്ന കണ്ടൻറ്റാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുന്നുണ്ട് ആൻഡ് പേസ്റ്റ് ചെയ്യുന്നു. കറക്റ്റ് ഇതിനെ കറക്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തു. ഓക്കെ, H1 കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ ഒരു പാരഗ്രാഫാണ്. സോ പാരഗ്രാഫ് ഞാൻ ഇതുപോലെ തന്നെ ഇവിടുന്ന് എന്താ വേണ്ടത് വെച്ചാൽ പാരഗ്രാഫിനൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ലോറം ഇപ്സം വഴി നിങ്ങൾ ജനറേറ്റ് ചെയ്താലും മതി. ഓക്കെ, എനിഹോ ഞാനിപ്പോൾ ഇത് കോപ്പി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓക്കെ, പാരഗ്രാഫും കഴിഞ്ഞു. അടുത്ത് നമുക്ക് വരുന്നത്
ലൈക്ക് ഒരു ബട്ടണാണ്, ലിങ്ക് ബട്ടണാണ്. അപ്പോൾ ആങ്കർ ടാഗാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഡമ്മി ആയിട്ടുള്ള വാല്യൂ കൊടുത്തു. ഇനി ഇതിനകത്ത് നമുക്ക് വേണ്ടി വരുന്ന കണ്ടൻറ്റ് ഏതാണെന്ന് വെച്ചെങ്കിൽ ഐ വാണ്ട് ടു ലേൺ, ഈ കണ്ടൻറ്റാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഞാൻ ജസ്റ്റ് എല്ലാം സ്മോൾ ലെറ്ററിൽ തന്നെ ടൈപ്പ് ചെയ്യുന്നു, ഐ വാണ്ട് ടു ലേൺ. ഓക്കെ, പിന്നെ സേവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഇതിനകത്ത് നമുക്കൊന്ന് കറക്റ്റ് ചെയ്ത് നോക്കി നോക്കാം. ബ്രൗസറിലൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ എലമെൻറ്റ്സ്. ഓക്കെ, ഫുൾ വിത്ത് ആയിട്ട് നമുക്ക് നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ 100% യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ ആദ്യം ഇതിനൊന്ന് കറക്റ്റ് ചെയ്യണം നമുക്ക്. H1 ഒരു എക്സസീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യാം എന്താണ് ആ ഇൻഫർമേഷൻ ഉള്ളത്. ഓക്കെ, ഇത് നമുക്ക് വേണ്ട, റെസ്പോൺസീവ് ഇതുവരെ മതി നമുക്ക്. ഓക്കെ, ഫൈൻ, സേവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എംബഡ് ചെയ്യാൻ പോകുന്നത് ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് CSSൽ യൂസ് ചെയ്യണം അല്ലേ. അതൊക്കെ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ യൂണിവേഴ്സൽ സെലക്ടർ സ്റ്റാർ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ബോക്സ് സൈസിങ് നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ പ്രോപ്പർട്ടി ആദ്യം നമ്മളൊന്ന് കറക്റ്റ് ചെയ്യാം. ബോക്സ് സൈസിങ്, ബോർഡർ ബോക്സ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി. ഓക്കെ, അപ്പോൾ മാർജിൻ എല്ലാം നമുക്ക് ക്ലിയർ ആയി. കറക്റ്റ് നമുക്ക് മാർജിൻ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടല്ല, അതിൻ്റെ പാഡിങ് അതുപോലെ തന്നെ ബോർഡർ വാല്യൂസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ കണ്ടെയ്നറിനകത്ത് തന്നെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്, അത് കൊടുത്തു. അടുത്ത് നമുക്ക് ബോഡി ടാഗാണ്. ബോഡി ടാഗിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് മാർജിൻ ആയിരിക്കും. അപ്പോൾ മാർജിൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മാർജിൻ 0 എന്ന് പറഞ്ഞു കൊടുത്തു. ഇതിനോടൊപ്പം തന്നെ അപ്പോൾ മാർജിൻ 0 ആക്കുമ്പോഴേക്കും ഇപ്പോൾ ഇതൊന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് മാറ്റുന്നുണ്ട് ഞാൻ, കറക്റ്റ് നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രൗസർ വിൻഡോ റൈറ്റ് സൈഡിലേക്ക് മാറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് മാർജിൻ 0 എല്ലാം കൊടുത്ത് നമ്മൾ കറക്റ്റ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടുത്ത ബോഡിനകത്താണ് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ബേസ് ഫോണ്ട് മെൻഷൻ ചെയ്യാറുണ്ട്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുള്ള പ്രൊസീജിയർ ഫോണ്ട് ഫാമിലി, ഏത് ഫോണ്ടാണോ വേണ്ടത് വെച്ചാൽ ആ ഫോണ്ട് യൂസ് ചെയ്യാറ് പതിവ് അല്ല, ഏരിയൽ. അപ്പോൾ ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്യുമ്പോഴേക്കും ഓക്കെ, എൻ്റെ പേജിനകത്ത് വന്നിരിക്കുന്ന എല്ലാ ടെക്സ്റ്റുവൽ കണ്ടന്റ് എല്ലാം ഈ ഏരിയൽ എന്ന് പറയുന്ന ഫോണ്ടിലൂടെ നമുക്ക് കാണുന്നതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോസസ്സാണ് നമ്മൾ മാറ്റാൻ പോകുന്നത്. ഇത് മാറ്റിയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു കസ്റ്റം ഫോണ്ടിനെ എന്ത് ചെയ്യുന്നു, നമ്മുടെ വെബ്സൈറ്റിലേക്ക് എംബഡ് ചെയ്യാൻ പോകുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊസീജിയറാണ് @font face എന്ന് പറയുന്ന മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുത്തെ സെലക്ടർ എന്താ, @font face എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഫോണിനെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് എംബഡ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇതിലേക്ക് ആകെ 2 ബേസിക് പ്രോപ്പർട്ടീസ് ആണ് വരുന്നത്. ഒന്ന്, നിങ്ങളുടെ ഫോണ്ട് ഫാമിലി എങ്ങനെയാണ് നമ്മൾ ഫോണ്ട് ഫാമിലി ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സിസ്റ്റത്തിനകത്തുള്ള പേരെന്താണെന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇവിടെ വരുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ കസ്റ്റം ഫോണ്ടാണ്. അപ്പോൾ ആദ്യത്തെ ഒരെണ്ണം ബേസ് ഫോണ്ടാണ് ഞാൻ ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത്, എൻ്റെ പേജിൻ്റെ ബേസ് ഫോണ്ട്. അപ്പോൾ ദിസ് വൺ ഈസ് കസ്റ്റം നെയിം. നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം, സ്പേസ് യൂസ് ചെയ്യരുത്, അല്ലാതെ പകരം സിംഗിൾ വേർഡായിട്ട് തന്നെ യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്ത് പോകും. ഇനിയിപ്പോൾ എന്തെങ്കിലും മൾട്ടി വേർഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസ് ഫോണ്ട് ഇങ്ങനെ കൊടുത്തോളൂ, നോ ഇഷ്യൂസ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, സിംഗിൾ വേർഡായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ബേസ് ഫോണ്ട് കിടക്കുന്ന ലൊക്കേഷൻ ഏതാ അതും കൂടി പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, SRC വഴി ഇതിൻ്റെ URL മെൻഷൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇതിൻ്റെ URL? ഓക്കെ, അപ്പോൾ നമ്മുടെ CSS ഫയലിൽ നിന്ന് നമ്മുടെ ഫോണിലേക്ക് പോകേണ്ട റൂട്ട് ഏതാണ്, അതിൻ്റെ പാത്ത് ഏതാണുള്ളതാണ് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഉള്ളത് CSSൻ്റെ അകത്തേക്കാണ് ഈ ഫോണിനെ എംബഡ് ചെയ്യാൻ പോകുന്നത്. ഈ RWD സ്റ്റൈൽസ് എന്ന് പറയുന്ന ഫയലിലേക്കാണ് നമ്മുടെ ഫോണിനെ മെൻഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം വേണ്ട എന്താ, ഈ കാണുന്ന ലൊക്കേഷനിൽ ഫോണ്ട് ഇല്ല. ഫോണ്ട് എവിടെ കിടക്കുന്നത്, ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് വരണം. ഈ ഒരു പ്രോസസ്സിന് നമ്മൾ കോഡിങ്ങിൽ എന്ത് ചെയ്യും, // ഇതാണ്. ഇനി ഇത് കഴിഞ്ഞ ശേഷം ഏതാ ഫോൾഡർ, ഫോൺ ഫോൾഡറിനകത്തില്ല. അപ്പോൾ ഇവിടെ നമ്മൾ വരുമ്പോഴേക്കും ഫോൺ ഫോൾഡർ നമുക്ക് പോയിന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫോൺ ഫോൾഡറിനകത്ത് 2 ഫോൺസാണ് കാണുന്നത്. അപ്പോൾ ഇതിലേതാ നിങ്ങളുടെ ബേസ് ഫോണ്ട്, റെഗുലർ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഫോണ്ടാണ് നമ്മുടെ ബേസ് ഫോണ്ട്. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യുന്നു, നമ്മൾ മെൻഷൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, regular.txt അത്രയേ ഉള്ളൂ. ഇനി ഞാൻ ഫയലിനെ സേവ് ചെയ്യുമ്പോഴേക്കും ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് കാണണം ഇത്. ഓക്കെ, ഒന്ന് സേവ് ചെയ്യുന്നുണ്ട്. യെസ്, ഓക്കെ, അപ്പോൾ ഈ ഒരു ഡൗട്ട് ഒഴിവാക്കാൻ വേണ്ടി അപ്ഡേറ്റ് ആയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ബോഡിനകത്ത് ഏരിയൽ എന്ന് പറഞ്ഞ ഫോണ്ടാണ് കൊടുത്തു കൊടുക്കുന്നത്. ഓക്കെ, ഇത് ഞാൻ റിമൂവ് ചെയ്യുന്നു, കണ്ട ഫോണ്ട് മാറി. ഇനി നമുക്ക് വേണ്ട എന്താ, ഈ ഫോണ്ടാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന ഫോണ്ടിൻ്റെ പേരെന്താണോ അതാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. യെസ്, ഇപ്പോൾ നമുക്ക് അപ്ഡേറ്റ് ആയി. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഇതേ തന്നെ വീണ്ടും ഞാൻ മാറ്റുന്നുണ്ട്. കലീബ്രി എന്ന് പറഞ്ഞ ഫോണ്ട് കൊടുക്കുകയാണെന്ന് വെച്ചാൽ വേറൊരു ഫോണ്ടായി. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ റോബോട്ടോ എന്ന് പറയുന്ന ഫോണിന് ഈ കാണുന്ന പേരിലാണ് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ആ നെയിമിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു മെത്തേഡ് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് നിങ്ങളുടെ ഏത് ഫോണ്ട് വേണമെങ്കിലും, സിസ്റ്റത്തിനകത്തുള്ള ഏത് ഫോണ്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് മെഷീനിലൂടെ വേണമെങ്കിലും ഈ കാണുന്ന വെബ് പേജ് ഓപ്പൺ ചെയ്യാം. ആ മെഷീനകത്ത് ഫോണ്ട് ഇല്ലെങ്കിൽ പോലും കൂളായിട്ട് നമുക്ക് എന്താകും, നമ്മുടെ ഈ കാണുന്ന ടെക്സ്റ്റുവൽ കണ്ടൻറ്റ്സ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന പർട്ടിക്കുലർ ഫോണ്ടിലൂടെ നമുക്ക് പ്രസൻറ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കണ്ടൻറ്റാണിത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫോണിന് എംബഡ് ചെയ്യുന്ന പ്രൊസീജിയർ. അപ്പോൾ കയ്യോടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഹെഡേഴ്സിന് വേണ്ടിയിട്ട് വരുന്ന ഫോണ്ടും കൂടി ഞാൻ എന്ത് ചെയ്യുന്നു, പ്ലേസ് ചെയ്യാൻ പോവാണ്. അതിനും സെയിം പ്രൊസീജിയർ തന്നെയാണ് @font face. അപ്പോൾ ഈ @font face എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്ത് എത്ര ഫോണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് എംബഡ് ചെയ്യാം. അപ്പോൾ ഇതിനൊരു പേര് യുണീക്ക് ആയിട്ടുള്ള നെയിം കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ലൈക്ക് ഹെഡിങ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്, ഹെഡിങ്. ആൻഡ് ഇതിൻ്റെ ഫോണ്ട് വേറെയാണ്. അപ്പോൾ ഫോൺ ഞാൻ എന്ത് ചെയ്യുന്നു, റെഗുലർ ഇതല്ല എനിക്ക് വേണ്ട, ഫോൺ നെയിം ഞാൻ ചേഞ്ച് ചെയ്യാൻ പോവാണ്. ലൈക്ക് ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ഫോണ്ടാണ്. സോ black.ttf
ഓക്കെ കൺസ്ട്രക്ട് ചെയ്തു. ബോഡിക്ക് വേണ്ടി വരുന്നത് ബേസ് ഫോണ്ടാണ്. ഇനി അതായത് സെക്ഷൻ വരുമ്പോഴേക്കും ഈ കാണുന്ന ഹെഡിങ് ഫോണ്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫോണ്ടിനെ എംബഡ് ചെയ്യുന്ന പ്രൊസീജിയർ. ഓക്കെ, അപ്പോൾ ഈ ഫോണ്ട് എംബഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സിസ്റ്റത്തിനകത്തുള്ള ഏത് ഫോണ്ട് വേണമെങ്കിലും യൂസറിൻ്റെ മെഷീനിൽ ഇൻസ്റ്റാൾ ചെയ്യാതെ അവരുടെ മെഷീനിലൂടെ ബ്രൗസർ വിൻഡോയിലൂടെ നമ്മുടെ കണ്ടന്റിനെ എഫക്റ്റീവായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ഫൈൻ. ഇനി രണ്ടാമത്തെ കോൺസെപ്റ്റ്, ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേരിയബിളിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ. അതായത് റീയൂസബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ സെർട്ടൻ നെയിമിലൂടെ നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നത് ഇന്ന പ്രോപ്പർട്ടിനല്ല, ഏത് പ്രോപ്പർട്ടി വേണമെങ്കിലും നിങ്ങൾക്ക് വേരിയബിളിലൂടെ എന്ത് ചെയ്യാം, സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഈ വേരിയബിളിനെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ പേജിലേക്ക് യൂസ് ചെയ്തിരിക്കുന്ന കളർ വാല്യൂസിനെ എന്ത് ചെയ്യുന്നു, വേരിയബിളായിട്ട് ഞാൻ സ്റ്റോർ ചെയ്ത് റീയൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കളർ വാല്യൂസ്. ഓക്കെ, അപ്പോൾ താഴെ കാണുന്ന ഈ കാണുന്ന 4 കളേഴ്സിനെ എനിക്ക് എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്ത് എവിടേക്ക് ആവശ്യം വരുന്നു ആ സ്ഥലത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, റീയൂസ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഓരോ തവണയും നമ്മൾ ഈ കളർ കോഡ് കൊടുക്കുന്നതിൻ്റെ പകരം ഒരു ഈ വാല്യൂവിനെ, ഈ കളർ കോഡിനെ ഒരു വാല്യൂ ആയിട്ട് ഒരു കണ്ടെയ്നറിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു, ഒരു വേരിയബിളിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയർ അപ്പോൾ എല്ലാം ടോപ്പിൽ തന്നെ കൊടുക്കുന്നുണ്ട്. റൂട്ട് എന്ന് പറയുന്ന സെലക്ടർ നമ്മൾ യൂസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു പുതിയൊരു എന്താ പറയുക സെലക്ടറാണ്. അപ്പോൾ റൂട്ട് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ വേരിയബിൾസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാറുണ്ട്, നിങ്ങളുടെ പേജിൻ്റെ മെയിൻ എലമെൻറ്റിന് വേണ്ടിയിട്ടും സ്റ്റോർ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ റൂട്ട് എന്ന് പറയുന്ന സെലക്ടറിനെ യൂസ് ചെയ്യുന്നത് വേരിയബിൾസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത്, എന്തൊക്കെ വേരിയബിൾസാണ്, എന്തൊക്കെ വാല്യൂസാണ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇതൊരു വാല്യൂ ആണ്, ഒന്ന് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യേണ്ടത്, ജസ്റ്റ് ഒന്ന് ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഇത് വേറൊരു വാല്യൂ, രണ്ടാമത്തെ ഒരു വാല്യൂ ആണ്. ഓക്കെ, തേർഡ് വാല്യൂ, അടുത്തൊരു വാല്യൂ കൂടി. അപ്പോൾ ഈ 4 വാല്യൂസാണ് എനിക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. എങ്ങനെ സ്റ്റോർ ചെയ്യുന്നു, ഈ കാണുന്ന കളർ വാല്യൂവിനെ ഒരു വേരിയബിളിലേക്ക്, ഒരു സ്റ്റോറേജ് കണ്ടെയ്നറിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ സ്റ്റോറേജ് കണ്ടെയ്നറിനെ ക്രിയേറ്റ് ചെയ്യുക, ബൈ യൂസിങ് ഡബിൾ ഹൈഫൻ, അണ്ടർസ്കോർ അല്ല നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഐഫൺ ആണ് യൂസ് ചെയ്യുന്നത്, ഐഫൺ. ആൻഡ് ഈ കാണുന്ന കളറിന് ഏത് പേരിൽ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യണം, അതായത് വേരിയബിളിൻ്റെ പേരെന്താണ്. അപ്പോൾ ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ലൈക്ക് കീ കളർ, എൻ്റെ വെബ് പേജിൻ്റെ മെയിൻ കളറായിട്ടാണ് ഇതിനെ ഞാൻ അസൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഫൈൻ, ഓവർ ചെയ്യാണെന്ന് നമ്മുടെ കളർ കാണിക്കും, ഇതാണ് നമ്മുടെ കീ കളർ. ഓക്കെ, അടുത്ത കളർ എന്തായിരുന്നു, കുറച്ചും കൂടി ഈ കാണുന്ന കളറിനെക്കാട്ടിയും ഡാർക്ക് കളറാണ്. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ലൈക്ക് ഡാർക്ക് കളർ എന്ന് പറയുന്ന വേരിയബിൾ നെയിമിലേക്ക് സെക്കൻഡ് കളർ വാല്യൂവിനെ സ്റ്റോർ ചെയ്തു. ഓക്കെ, ജസ്റ്റ് ഇതും നമുക്ക് ഇനി അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെന്ത് ചെയ്യുന്നു, അത് വേറൊരു നെയിമിൽ, ഓക്കെ ലൈറ്റ് കളർ എന്ന് പറയുന്ന പേരിൽ നമ്മൾ അസൈൻ ചെയ്യുന്നുണ്ട്, മൂന്നാമത്തെ കളറുമായി. ഓക്കെ, സോ തേർഡ് കളർ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇതാണ് നിങ്ങളുടെ വേരിയബിൾ നെയിം, നിങ്ങൾക്ക് എന്ത് പേരിൽ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ബട്ട് എല്ലാ വേരിയബിൾ നെയിമിൻ്റെ തൊട്ട് മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം, 2 ഐഫൺ കണ്ടിന്യൂസ് ആയിട്ട് വേണം, വിത്തൗട്ട് സ്പേസ് ഒന്നും ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് 2 ഐഫൺ വേണം. ഓക്കെ, അപ്പോൾ ഈ 2 ഐഫൺ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫർദറായിട്ട് വരുന്നത് ഒരു വേരിയബിൾ നെയിമാണ്. അപ്പോൾ കീ കളർ എന്ന് പറയുന്നത് വേരിയബിൾ നെയിമാണ്. ഓക്കെ, നമ്മൾ സെലക്ടർ നെയിമും ക്ലാസ് നെയിമും യൂസ് ചെയ്ത പോലെ തന്നെയാണ്, സിംഗിൾ വേർഡ് ആയിരിക്കണം, സ്പേസ് ഒന്നും വരാൻ പാടില്ല, സിംഗിൾ വേർഡ് ആയിരിക്കണം. നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഐഫൺ യൂസ് ചെയ്തു, അത്രയേ ഉള്ളൂ, വേറെ ഒന്നും ഡിഫറൻസ് ഇതിലേക്ക് വരുന്നില്ല. ഓക്കെ, ഇനി 4ാമത്തെ ഒരു കളറും കൂടി, അതും കൂടി നമുക്കൊന്ന് സ്റ്റോർ ചെയ്യാം. ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ലൈക്ക് ഡീപ്പ് ഡാർക്ക് കളർ എന്ന് പറഞ്ഞ പേരിൽ വേരിയബിളിൽ ഇതിന് ഞാൻ സ്റ്റോർ ചെയ്യണം. അപ്പോൾ 4 കളേഴ്സ് നമ്മൾ എന്ത് ചെയ്തു, സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് മൗസ് ഒന്ന് ഓവർ ചെയ്യാം, അപ്പോൾ നമുക്ക് നമ്മുടെ കളർ കാണും. ഓക്കെ, മേലിൽ കാണുന്നതാണ് നമ്മുടെ കളർ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വേരിയബിൾസിനെ സ്റ്റോർ ചെയ്യുന്ന പ്രൊസീജിയർ. അപ്പോൾ റൂട്ട് എന്ന് പറയുന്ന സെലക്ടറിലൂടെ വിത്തിൻ ബ്രേസസിനകത്ത് ഓരോരോ വേരിയബിൾ നെയിമിലൂടെ നമുക്ക് ആവശ്യമുള്ള വാല്യൂ നമുക്ക് സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കളറിനെ സ്റ്റോർ ചെയ്താൽ കാണിക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാർജിൻ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാല്യൂസ് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്യുന്നു, ലൈക്ക് മാർജിൻ റീസെറ്റ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഞാൻ എന്താണ് വാല്യൂ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ വാല്യൂസിനെ നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ മാർജിൻ റീസെറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്ത് വാല്യൂ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്, 0 എന്ന് പറഞ്ഞ വാല്യൂ ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ വാല്യൂസിന് നമ്മൾ എന്ത് ചെയ്യും, ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യുന്നില്ല, നിർത്തുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ സെഷൻസ്, റൈറ്റ്. അപ്പോൾ ഇതൊന്നും നമ്മുടെ പേജിലേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, ഈ വേരിയബിൾസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, യൂസ് ചെയ്യാൻ തുടങ്ങണേ ഉള്ളൂ. ഫോണ്ടിന് നമ്മൾ യൂസ് ചെയ്ത് നോക്കി എങ്ങനെയാണ് യൂസ് ചെയ്തെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പേജ് ഫോണ്ടൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്, റോബോട്ടോ ഫോണ്ടിലാണ് കിടക്കുന്നത്. ഇനി അടുത്തത് നമ്മുടെ കൺസ്ട്രക്ഷനിലേക്ക് മാറാം. കൺസ്ട്രക്ഷനകത്ത് ലൈക്ക് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ പേജിനകത്ത് ഈ ഹെഡർ സെക്ഷൻസ് പ്രോപ്പറായിട്ട് നമുക്കൊന്ന് ഇനിഷ്യലൈസ് ചെയ്യണം. അപ്പോൾ ഹെഡർ സെക്ഷനകത്ത് നമുക്ക് വരുന്നത് ഈ കാണുന്ന പോർഷനാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്കൊന്ന് കറക്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വരാം. ആദ്യം സെറ്റ് ചെയ്യാൻ പോണത് എനിക്ക് ഈ വിത്ത് കറക്റ്റ് ഫുൾ വിത്ത് അല്ല, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്സ് എല്ലാം ഫുൾ വിത്ത് ആണെങ്കിൽ പോലും എലമെൻറ്റ്സ് എനിക്ക് എന്ത് ചെയ്യണം, ഒരു സെർട്ടൈൻ വാല്യൂവിനകത്ത് ഒതുങ്ങി നിൽക്കണം. അപ്പോൾ ഇവിടെ മാക്സ് വിത്ത് യൂസ് ചെയ്തിട്ടുള്ള ഒരു കണ്ടെയ്നർ. അപ്പോൾ ഈ മാക്സ് വിത്ത് യൂസ് ചെയ്തിട്ടുള്ള കണ്ടെയ്നർ എന്തായിരിക്കണം, എനിക്ക് റീയൂസ് ചെയ്യണം. ഇത് ഈ കാണുന്ന സെക്ഷനകത്ത് ഇവിടെ എല്ലാ സെക്ഷനകത്തും അപ് ടു ഫുട്ടർ വരയ്ക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, ആ മാക്സ് വിത്ത് വാല്യൂ നമ്മൾ യൂസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റീയൂസബിൾ ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിനെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ കണ്ടെയ്നറിനെ ഇവിടെ കോൾ ചെയ്യുന്നുണ്ട് ഡോട്ട് കണ്ടെയ്നർ. ഓക്കെ, അപ്പോൾ കണ്ടെയ്നറിൻ്റെ പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് അറിയാം. എനിക്ക് എന്താ വേണ്ടത്, ഡിഫോൾട്ടായിട്ട് 100%, അതുപോലെ തന്നെ അതിൻ്റെ മാക്സിമം വിത്ത് എനിക്ക് ഒരു 1200 പിക്സൽസേ വരാൻ പാടുള്ളൂ. ഇപ്പം നമ്മളിത് ചെക്ക് ചെയ്ത് നോക്കുകയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതൊന്ന് ഫുൾ വിത്തിലേക്ക് ഞാനിതൊന്ന് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. എക്സ്ട്രീം ലെഫ്റ്റ് ടു എക്സ്ട്രീം റൈറ്റ് വരെ നമ്മുടെ കണ്ടൻറ്റ് റണ്ണായി പോകുന്നുണ്ട്. അപ്പോൾ ഇതിനൊന്ന് കൺട്രോൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, ലൈക്ക് ഈ കാണുന്ന കണ്ടെയ്നർ എന്ന് പറയുന്ന ക്ലാസ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ക്ലാസ്സിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ലൈക്ക് ഈ കാണുന്ന 3 എലമെൻറ്റിനെയും ഇവിടുന്ന് കട്ട് ചെയ്ത് div കണ്ടെയ്നർ ഇതിലേക്ക് നമ്മൾ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. സേവ് ചെയ്യുന്നു, നോക്കി അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടോ ഇതുവരെ ഓക്കെയാണ്, റെസ്പോൺസീവ് ആയിട്ട് വരുന്നുണ്ട്. സ്ട്രെച്ച് ചെയ്ത് പോകുമ്പോൾ 1200 പിക്സൽസ് വരുമ്പോഴേക്കും എന്തായി, ആ സ്ട്രെച്ച് ചെയ്യുന്നത് സ്റ്റോപ്പായി. മാക്സിമം വിത്ത് അത്രേ വരാൻ പാടുള്ളൂ നമ്മൾ മെൻഷൻ ചെയ്തു. ഇനി മാക്സ് വിത്ത് ഈ കാണുന്ന കണ്ടെയ്നറിൻ്റെ കുറേ പ്രോപ്പർട്ടിയും കൂടി ആഡ് ചെയ്യണം, സെൻട്രലൈസ് ചെയ്യണം. അപ്പോൾ സെൻട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കണ്ടെയ്നർ ക്ലാസ്സിനകത്ത് ലൈക്ക് മാർജിൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്തിരുന്നു. അപ്പോൾ മാർജിൻ ഓട്ടോ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ഞാനിവിടെ ഒന്ന് റീഫ്രഷ് ചെയ്യാൻ പോവുകയാണ്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സെൻട്രലൈസ്ഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് അപ്ഡേഷൻ പ്രോംപ്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ട് സൈഡ് ബൈ സൈഡായിട്ട് ഞാനൊന്ന് ഇതിനെ സെറ്റ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, കോഡ് വിൻഡോ ഒന്നുകൂടി ഞാനൊന്ന് ഷ്രിങ്ക് ചെയ്യുന്നുണ്ട്. സോ ഫോർ യു ക്യാൻ ഈസിലി ആക്സസ്. നമ്മൾ അടുത്ത വിൻഡോയിൽ പോകണ്ട, സേവ് റിഫ്രഷ് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. ഇനി അടുത്ത കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്പുട്ട് ഒന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന ഹെഡറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ഈ കാണുന്ന കളറാണ് വേണ്ടത്. ഇത് നമ്മൾ ആൾറെഡി വേരിയബിൾ മെത്തഡിലൂടെ ഈ കളർ നമ്മൾ സ്റ്റോർ ചെയ്തു. ബട്ട് എനിക്ക് ഈ കാണുന്ന കണ്ടെയ്നർ എനിക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡെക്സിനകത്ത് ഹെഡറിന് ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്ലാസ് ഞാൻ എന്ത് ചെയ്യുന്നു, ലൈക്ക് ബാനർ എന്ന് പറയുന്ന ക്ലാസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴേക്കും CSS-നകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു പുതിയ ക്ലാസ് ബാനർ. എന്താണ് ഇതിൻ്റെ പ്രോപ്പർട്ടി, എനിക്ക് വേണ്ടത് BG കളർ എനിക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, എന്ത് ബാക്ക്ഗ്രൗണ്ട് കളറാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആൾറെഡി സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന കീ കളർ, ഇതാണ് നമ്മുടെ മെയിൻ കളറായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിനെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വേരിയബിൾ നെയിമിനെ ഇൻക്ലൂഡിങ് ഡബിൾ ഐഫനോട് കൂടിയിട്ട് നമ്മൾ കോപ്പി ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാറില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ, ഏത് കളറാണ് വേണ്ടിച്ചെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, കളർ എന്ന് പറഞ്ഞ് കൊടുത്താൽ അത് കളർ. ഓക്കെ, ഓറഞ്ച് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴേക്കും കളർ ഇവിടെ വന്നു ഇല്ലേ, ഓറഞ്ച് കളർ വന്നു. അപ്പോൾ അതിൻ്റെ പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കാണുന്ന ഇപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന വേരിയബിൾ നെയിമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഈ കാണുന്ന കീ കളർ എന്ന് പറഞ്ഞ് കൊടുത്ത് നമ്മൾ സേവ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് കിട്ടില്ല. അപ്പോൾ എങ്ങനെ ഇതിനെ നമുക്ക് പ്രസൻറ്റ് ചെയ്യേണ്ടത്, അപ്പോൾ ഇതിനെ പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ ഇത് സ്റ്റോർഡ് വേരിയബിൾ ആണ്. അപ്പോൾ വേരിയബിളിനെയാണ് നമ്മൾ കോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ കാണുന്ന മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. VAR വേരിയബിൾ ആണ് കോൾ ചെയ്യാൻ പോകുന്നത്. ബ്രാക്കറ്റിനകത്ത് ആ വേരിയബിളിൻ്റെ പേരെന്താണോ അതിനെ മെൻഷൻ ചെയ്യുക, സേവ് ചെയ്യുന്നു. യെസ്, ഇറ്റ്സ് പെർഫോംഡ്. അപ്പോൾ റീയൂസബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ എന്ത് വേണമെങ്കിലും വാല്യൂസിനെ ഒരു പർട്ടിക്കുലർ വേരിയബിൾ നെയിമിലൂടെ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാം. എന്നിട്ട് അതിനെ ഉപയോഗിക്കുന്ന സമയത്ത് പ്രോപ്പർട്ടി നെയിമിൻ്റെ അകത്ത്, അതായത് കോളം കഴിഞ്ഞതിന് ശേഷം വാർ കീവേഡ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഇതിനെ അസൈൻ ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഈ രീതിയിൽ തന്നെ എനിക്ക് എന്താ വേണ്ടത്, ബാനറിൻ്റെ കളറും കൂടി ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനു വേണ്ടി കളർ ഞാൻ സെറ്റ് ചെയ്യാണ്. അപ്പോൾ കളർ ഞാൻ ആഷ് വൈറ്റിലാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ എന്തായി, കളറാണ് വേണ്ടത്, കോളം അല്ല. കളർ സേവ് ചെയ്യുന്നു. എല്ലാം നമുക്ക് വൈറ്റ് കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, എല്ലാം വൈറ്റ് കളറാണ്. ഇനി അടുത്തടുത്ത പ്രോപ്പർട്ടീസ്, ഇതിൻ്റെ H1 പ്രോപ്പർട്ടി വേണം, പാരഗ്രാഫ് വേണം, ആൻഡ് ഐ വോണ്ട് ടു ലേൺ. ഈ കാണുന്ന മുൻപ് ആദ്യം H1 പ്രോപ്പർട്ടി നമുക്കൊന്ന് സ്റ്റൈലൈസ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, നമ്മൾ ലൈക്ക് കണ്ടെയ്നറിനകത്തുള്ള H1. ഓക്കെ, അപ്പോൾ H1 പ്രോപ്പർട്ടി നമ്മൾ മെൻഷൻ ചെയ്യുന്നു. ഫോണ്ട് ഫാമിലി വീണ്ടും മെൻഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. കാരണം ബോഡിനകത്ത് നമ്മൾ ആൾറെഡി ബേസ് ഫോണ്ടാണ് വേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തു. ബട്ട് ഇവിടെ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഫോണ്ട് നമുക്ക് ബ്ലാക്ക് ആണ്, ഇത് ഹെഡിങ് ആണ് വേണ്ടത്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ മെൻഷൻ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഫോണ്ട് ഫാമിലി. ഇനി നമുക്ക് വേണ്ടത് എന്താ, ഇതാണ് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഹെഡിങ്ങിന് വേണ്ടി സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫോണ്ട് നെയിം ബ്ലാക്കിന് വേണ്ടിയിട്ട്. അത് ചെയ്യുന്നു, ഇവിടെ അപ്ഡേറ്റ് ചെയ്യേണ്ടത്.
ഓക്കെ, ഒന്ന് ബ്രൗസറിനകത്ത് നമുക്കൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. യെസ്, ബോൾഡായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മെൻഷൻ ചെയ്യണം. സോ ഫോണ്ട് സൈസ് മെൻഷൻ ചെയ്യുന്നുണ്ട്. എൻ്റെ ഫോണ്ട് സൈസ് നോക്കി നോക്കാം. റോബോട്ടോ ബ്ലാക്ക് 48 പിക്സൽസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, 48 പിക്സൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. യെസ്, 48 പിക്സൽസ് ആണ്. ബട്ട് ഇവിടെ വരുമ്പോൾ അടുത്ത പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എൻറ്റയർ ഇതെന്തായിരിക്കും, നമുക്ക് ഫുൾ വിത്തായിട്ട് നമുക്ക് പോവുകയാണ്. അതായത് 1200 പിക്സലിനകത്ത് ഫുൾ സ്ട്രെച്ച് ആയിട്ട് പോകുന്നു. അപ്പോൾ ഈ കാണുന്ന കണ്ടെയ്നർ നമുക്ക് എന്ത് ചെയ്യണം, കറക്റ്റ് ഒന്ന് ഷ്രിങ്ക് ചെയ്യണം. എങ്ങനെയത് ഷ്രിങ്ക് ചെയ്യുന്നത് നോക്കി നോക്കാം. അതുകൂടാതെ ടോപ്പിൽ കുറച്ച് വൈറ്റ് സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ ഈ വൈറ്റ് സ്പേസ് വരാൻ കാരണം നിങ്ങൾക്കറിയാം, നമ്മുടെ H1 ഇൻസ്പെക്ട് ചെയ്ത് നോക്കുകയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ മാർജിൻ അവിടെ വന്നിട്ടുണ്ടാവും. യെസ്, H1ൻ്റെ ടോപ്പ് മാർജിൻ. അപ്പോൾ ഈ H1ൻ്റെ മാർജിൻ ടോപ്പ് ഞാൻ എന്ത് ചെയ്യുന്നു, 0 കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത് നമുക്ക് പോയി. ഓക്കെ, സോ ഫൈൻ. ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ ഫുൾ വിത്ത് ആയിട്ട് വേണ്ട, നമ്മുടെ കണ്ടെയ്നറിൻ്റെ, അതായത് 1200 പിക്സൽ കണ്ടെയ്നറിൽ. അപ്പോൾ ഈ കണ്ടെയ്നറിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ബോർഡർ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. ബോർഡർ 1 പിക്സൽ സോളിഡ് ആൻഡ് ബ്ലാക്ക് കളറിൽ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇതാണ് നമ്മുടെ 1200 പിക്സൽ വരുന്ന കണ്ടെയ്നർ. ഈ കണ്ടെയ്നറിൻ്റെ 100%-ൽ അറൗണ്ട് എനിക്കൊരു 60 to 70% വിത്ത് യൂട്ടിലൈസ് ചെയ്താൽ മതി. ഏതിനു വേണ്ടിയിട്ട്, ഈ കാണുന്ന 3 എലമെൻറ്റ്സും ആ ഒരു 70% അല്ലെങ്കിൽ 60% ഒതുങ്ങിയാൽ മതി. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഈ കാണുന്ന എലമെൻറ്റ്സിനൊക്കെ വേറൊരു കണ്ടെയ്നറിനകത്ത് പ്ലേസ് ചെയ്യണം. ഈ കാണുന്ന കണ്ടെയ്നർ മൊത്തം ഞാൻ എന്ത് ചെയ്യുക, കണ്ടെയ്നർ മൊത്തം എടുക്കണ്ട, ഇതിനകത്ത് വന്നിരിക്കുന്നത് ഈ കാണുന്ന ടെക്സ്റ്റ്, ഇത് മൊത്തം ഞാൻ എന്ത് ചെയ്യുന്നു, div വെൽക്കം ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു വേറൊരു സബ് കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്ത് അതിനകത്തേക്ക് ഞാൻ ഇതെല്ലാം പ്ലേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വെൽക്കം ടെക്സ്റ്റിന് വേണം കൺട്രോൾ ചെയ്യാൻ. ഓക്കെ, സോ CSSനകത്ത് ഡോട്ട് വെൽക്കം ടെക്സ്റ്റിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് അതിൻ്റെ വിത്തിന് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, ഒരു 70% യൂട്ടിലൈസ് ചെയ്താൽ മതി എന്ന് പറയുന്ന പ്രോപ്പർട്ടി കൊടുക്കുന്നുണ്ട്. നൗ യു ക്യാൻ സി. ഓക്കെ, 70% ആണ് ഇപ്പോൾ യൂട്ടിലൈസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ 17 ഇതൊന്ന് 60 മാറ്റുന്നുണ്ട്. സേവ് ചെയ്യാം. റെസ്പോൺസീവ് വെബ് ഡിസൈൻസ് ആർ നോ മോർ ലോങ്കർ. ഓക്കെ, ഇനി അതൊന്ന് ഷ്രിങ്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, കൂൾ. ഇനി അടുത്ത പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ കാണുന്ന പാരഗ്രാഫിൻ്റെ ലൈൻ ഹൈറ്റ് പ്രോപ്പർ അല്ല. അപ്പോൾ ഇതൊന്ന് കറക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു, ലൈക്ക് പാരഗ്രാഫിൻ്റെ ലൈൻ ഹൈറ്റ്. അപ്പോൾ ലൈൻ ഹൈറ്റ് നമുക്ക് പൊതുവെ അറിയാം അറ്റ്ലീസ്റ്റ് ഒരു 125% വേണം. അപ്പോൾ ഞാനിപ്പോൾ ഡിഫോൾട്ടായിട്ട് ഇവിടെ വരുന്ന ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് 16 പിക്സൽ തന്നെയാണ്. അതിൽ യാതൊരു മാറ്റമില്ല. നിങ്ങൾ മെൻഷൻ ചെയ്യാതെ തന്നെ വരുമ്പോൾ ഡിഫോൾട്ട് ഫോണ്ട് സൈസ് ആവും എടുക്കുക. അപ്പോൾ ഈ 16 പിക്സലിൻ്റെ 150% എന്ന് പറയുമ്പോൾ ഒരു 24 പിക്സൽസ് എങ്കിലും വരും. ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, ഒന്ന് ബ്രൗസർ ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ ചെക്ക് ചെയ്ത് നോക്കാം. ഒന്ന് സേവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ചും കൂടി ലൈൻ സ്പേസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഷ്രിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് കൂളായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, എനഫ് സ്പേസ് വന്നിട്ടുണ്ട്. ഇനി അടുത്ത് മൂന്നാമത്തെ എലമെൻറ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ പറയുമ്പോൾ ഇത് ഈ കാണുന്ന ഐ വാണ്ട് ടു ലേൺ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ ഐ വാണ്ട് ടു ലേൺ എന്ന് പറയുന്നത് ആക്ച്വലി നിങ്ങൾക്കൊരു ആങ്കർ ടാഗിനകത്താണ് പ്രസൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റൈൽസ് നമ്മൾ മെൻഷൻ ചെയ്യാൻ പോവുകയാണ്. സോ ആങ്കറിൻ്റെ സ്റ്റൈൽസ് എന്തൊക്കെയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിനെനിക്ക് ലൈക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് കളർ എങ്ങനെയാണ് വേണ്ടത്, അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളർ നോക്കുകയാണെന്ന് വെച്ചാൽ ഈ കാണുന്ന ലൈറ്റ് കളറാണ്, ലൈറ്റ് അല്ലെങ്കിൽ വൈറ്റ് കളറിലാണ് വന്നു കൊടുക്കുന്നത്. അപ്പോൾ വൈറ്റ് കളർ നമ്മളിവിടെ മെൻഷൻ ചെയ്യാൻ പോകുന്നു. ഓക്കെ, ഒന്ന് വൈറ്റ് കളർ മെൻഷൻ ചെയ്തു. ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കി നോക്കാം വന്നിട്ടുണ്ടോ. യെസ്, വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്രോബ്ലംസ് എന്ന് പറയുന്നത് ആ ടെക്സ്റ്റിൻ്റെ കളർ മാറണം, അതുപോലെ അണ്ടർലൈൻ നമുക്ക് വേണ്ട. അപ്പോൾ അടുത്ത് ടെക്സ്റ്റിൻ്റെ കളർ അണ്ടർലൈൻ പോകാൻ വേണ്ടിയിട്ട് ആങ്കർ ടാഗ് ആയതുകൊണ്ട് അതിൻ്റെ അണ്ടർലൈൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ ടെക്സ്റ്റ് ഡെക്കറേഷൻ നൺ എന്ന് പറഞ്ഞു കൊടുത്തു. സോ അണ്ടർലൈനും പോയി. അടുത്തതിൻ്റെ കളർ എനിക്ക് കുറച്ചും ഡാർക്ക് കളറാണ് വേണ്ടത്. സോ കളർ, അപ്പോൾ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഈ വാല്യൂ നമുക്ക് റീയൂസ് ചെയ്താൽ മതി. ഏതാ ഡാർക്ക് കളർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ വേരിയബിൾസിന് നമ്മൾ കോൾ ചെയ്യാൻ പോവുകയാണ്. വേരിയബിൾസിന് എങ്ങനെ കോൾ ചെയ്യും, വാർ എന്ന് പറയുന്ന ഇൻബിൽട്ട് പ്രോപ്പർട്ടി വാല്യൂയിലൂടെ നമ്മൾ കോൾ ചെയ്യും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഐപ്പൺ ആൻഡ് ഡാർക്ക് കളർ. യെസ്, ഇവിടെ ഇൻറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് സേവ് ചെയ്യുന്നു. കൻ യു സി, ഇപ്പോൾ ഡാർക്ക് കളറിൽ മാറി. ഇനി വേറെ എന്തൊക്കെ പ്രോപ്പർട്ടീസാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫോണ്ട് വെയിറ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, ഒന്നുകൂടി ബോൾഡായിട്ട് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ബോൾഡ് ആയിട്ടുണ്ട്. ആൻഡ് ടെക്സ്റ്റ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്ത് ഇതിനെ മൊത്തം ഞാൻ എന്ത് ചെയ്യുന്നു, അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. യെസ്, അപ്പർ കേസിലേക്ക് മാറി. ഇത് മതിയാവില്ല നമുക്കിനി വേണ്ടത് ഇതിന് ചുറ്റോറും ഇത്രയും സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ഫോണ്ട് സൈസ് നോക്കുകയാണെന്ന് വെച്ചാൽ റോബോട്ടോ ബ്ലാക്ക് 18 ആണ് വന്നു കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫോണ്ടും കൂടി നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഫോണ്ട് ഫാമിലി ഏതാണ് നമുക്ക് വേണ്ടി വന്നു കൊടുക്കുന്നത്, നമ്മുടെ ഹെഡിങ് ഫോണ്ടാണ് യൂസ് ചെയ്തിരിക്കുന്ന ഹെഡിങ്. അപ്പോൾ ഈ ഹെഡിങ് എവിടെ നിന്ന് കിട്ടി നമുക്ക്, ഫ്രം ഹിയർ.
ഇതിനാണ് നമ്മൾ കളക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഹെഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോണ്ട് കൊടുത്തു. ആൻഡ് അതിൻ്റെ സൈസും കൂടി ഒന്ന് കറക്റ്റ് ചെയ്യണം. സോ ഫോണ്ട് സൈസ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് 18 പിക്സൽസ് ആണ് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ഒന്ന് ബ്രൗസർ വിൻഡോനകത്ത് ഒന്നുകൂടി ചെക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതിന് ചുറ്റോറും സ്പേസ് വേണം. ഈ കണ്ടെയ്നറിന് റൗണ്ടാക്കി നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണം. അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സ്പേസിന് വേണ്ടിയിട്ട് പാഡിങ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു 20 പിക്സലോളം ഞാൻ അപ്ലൈ ചെയ്യുന്നു പാഡിങ്. ബട്ട് യെസ്, പാഡിങ് വന്നിട്ടുണ്ട് ഇതിനകത്ത്. ഓക്കെ, ഇനി അതും അല്ലാതെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട ഇതിൻ്റെ ടോപ്പ് ഓക്കെ, ലെഫ്റ്റ് ഓക്കെ, റൈറ്റ് ഓക്കെ, ബോട്ടം നമുക്ക് കാണില്ല, ഇതിനകത്തല്ല കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി കറക്റ്റായിട്ട് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഡിസ്പ്ലേ പ്രോപ്പർട്ടി നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഡിസ്പ്ലേ ഒന്നല്ലെങ്കിൽ ബ്ലോക്ക് അല്ലെങ്കിൽ ഇൻലൈൻ ബ്ലോക്ക്. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു, ലൈക്ക് ഇൻലൈൻ ബ്ലോക്ക് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിലേക്ക് ഞാനൊന്ന് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. കനിസിനോ ഇപ്പോൾ കറക്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ആ കണ്ടെയ്നർ, അതായത് നമ്മുടെ ആ മെയിൻ കളറിനകത്ത് തന്നെ ഇത് ഫോളോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് കൂടാതെ നമുക്ക് വേണ്ടത് ബോർഡർ റേഡിയസ് ആണ്. സോ ബോർഡർ റേഡിയസ് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 35 പിക്സലോളം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? കറക്റ്റ് വന്നിട്ടുണ്ട്. ഇനി ടോപ്പ് ബോട്ടം ഓക്കെ, ലെഫ്റ്റ് റൈറ്റ് ഒന്നും കൂടി നമുക്കൊന്ന് അതിൻ്റെ സ്പേസ് വന്നോട്ടെ. അപ്പോൾ പാഡിങ്ങിൻ്റെ ടോപ്പ് ബോട്ടം 20 പിക്സൽസ്, ലെഫ്റ്റ് റൈറ്റ് എനിക്കൊരു 40 പിക്സൽസോളം വേണം. അതിൻ്റെ ഒരു 2x സെറ്റ് ചെയ്യണം. ഓക്കെ, 2x എത്ര വേണ്ടെങ്കിൽ അത് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യുന്നു, ഒന്നും കൂടി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്, 60. ഓക്കെ, സോ ആ ഒരു പ്രോപ്പർട്ടി നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് കൂടാതെ നമുക്ക് വേറെ എന്തൊക്കെയാണ് വേണ്ടത്? ഈ കാരണം കണ്ടെയ്നർ ഞാൻ ഷ്രിങ്ക് ചെയ്യുമ്പോൾ കണ്ട, അപ്പോൾ ഞാൻ ഷ്രിങ്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രൗസർ വിൻഡോൻ്റെ എക്സ്ട്രീം ലെഫ്റ്റിന് തുടങ്ങണം. ഇനിയിപ്പോൾ റൈറ്റ് സൈഡ് കണ്ടന്റ് വരികയാണെങ്കിൽ എക്സ്ട്രീം റൈറ്റിലായിരിക്കും വരിക. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഒഴിവാക്കാം, ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റും എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് ഷ്രിങ്ക് ചെയ്ത് കൊണ്ടുവരാം? അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ മെയിൻ കണ്ടെയ്നർ എന്ന് പറയുമ്പോൾ ഈ കാണുന്ന കണ്ടെയ്നറാണ്. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ പാഡിങ് വാല്യൂ, ഓക്കെ, പാഡിങ് ടോപ്പ് ബോട്ടം എനിക്ക് വേണ്ട, ബട്ട് ലെഫ്റ്റ് റൈറ്റ് എനിക്ക് അറൗണ്ട് ഒരു 40 പിക്സൽസോളം വേണം. സേവ് ചെയ്യേണ്ടത് കനിസിനോ? ഓക്കെ ആയിട്ടുണ്ടോ? ക്ലിയർ? അപ്പോൾ ഇതെന്താ സംഭവിക്കുന്നത്, ഇപ്പോൾ ഇത് 2 ലൈനിലേക്ക് മാറി നമുക്ക്. കാരണം ഞാൻ ഇപ്പോൾ വീണ്ടും നിങ്ങളുടെ ആ ഒരു വെൽക്കം ടെക്സ്റ്റിൻ്റെ ബോർഡർ എനാബിൾ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ബോർഡർ 1 പിക്സൽ സോളിഡ് ആൻഡ് ബ്ലാക്ക് കളർ തന്നെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. സേവ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ കണ്ടൻറ്റ് മെയിൻ കണ്ടെയ്നറിൻ്റെ കാണുന്നുണ്ടോ, മെയിൻ കണ്ടെയ്നർ ഇതാണ് നമ്മുടെ കണ്ടെയ്നർ ക്ലാസ്സിനകത്ത് വന്നിരിക്കുന്ന വെൽക്കം ടെക്സ്റ്റിൻ്റെ കണ്ടെയ്നർ പോർഷനാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു 60% ഞാൻ യൂസ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഷ്രിങ്ക് ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ലൈനിലേക്ക് നമുക്ക് ആ കണ്ടൻറ്റ് കണ്ടോ ഷ്രിങ്ക് ചെയ്ത് വരുന്നു. ഒരു ലിമിറ്റ് കഴിയുമ്പോഴേക്കും എന്തായാലും നമുക്ക് അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റാത്ത കാരണം അടുത്ത ലൈനിലേക്ക് ഇത് റാപ്പായിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്നല്ലെങ്കിൽ ഇത് നമുക്ക് കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അഥവാ കുറച്ചും കൂടി നീറ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വെൽക്കം കണ്ടെയ്നറിൻ്റെ, ഈ വെൽക്കം കണ്ടെയ്നറിൻ്റെ വിത്ത് വേണമെങ്കിൽ ഒരു 70% ഒന്ന് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏറ്റവും ചെറുതാക്കി നമ്മൾ റെഡ്യൂസ് ചെയ്തു, ഒരു ലൈനിൽ കാണും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിത്ത് കൂടുമ്പോൾ എന്തായാലും നമുക്ക് 2 ലൈനിലേക്ക് ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ലൈക്ക് ദിസ്, ഇതാണ് നമ്മുടെ പ്രോസസ്സ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അടുത്ത കണ്ടന്റ്, അപ്പോൾ ടോപ്പിലും സ്പേസ് വേണം, ബോട്ടം സ്പേസ് വേണം. അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അടുത്ത എലമെൻറ്റിലേക്ക് നമ്മൾ പോവാം. എന്നിട്ട് ഫൈനലായിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാം. ഈ കാണുന്ന സ്പേസ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്, മേളിലൊരു സ്പേസ് വേണം, താഴെ ഒരു സ്പേസ് വേണം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നീട് നമുക്ക് നോക്കാം, ഫൈനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കി നോക്കാം. അടുത്ത സെക്ഷൻ പറയുന്നത് ഇതേ സെക്കൻഡ് സെക്ഷനാണ്. അപ്പോൾ ഈ സെക്കൻഡ് സെക്ഷനകത്ത് ഇതേ കാണുന്ന 3 കോളം ബേസ്ഡ് ആയിട്ട് നമുക്ക് വേണം. ആദ്യം ഈ കാണുന്ന എലമെൻറ്റ്സ് ഒക്കെ അതുപോലെ തന്നെ നമുക്കൊന്ന് പ്ലേസ് ചെയ്തിട്ട് പിന്നീട് നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഈ ടെക്സ്റ്റ് ഒന്ന് ഞാൻ കോപ്പി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് എവിടെയാണ് നമുക്ക് വേണ്ടത്, നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ, ഇത് ഹെഡർ കഴിഞ്ഞ ശേഷം വരുന്ന ഈ കാണുന്ന സെക്ഷനകത്താണ്. ഓക്കെ, അപ്പോൾ ഇതിന് ഞാൻ എന്ത് ചെയ്യുന്നു, ലൈക്ക് ഇവിടെ തന്നെ ആദ്യം വേണ്ടത് നമുക്ക് ഒരു ഇമേജ് ആയിരിക്കും അല്ലേ, ഫാസ്റ്റ് എന്ന് പറഞ്ഞ ഇമേജ്. അപ്പോൾ ആ img_src നമ്മുടെ ഇമേജ് ഫോൾഡറിനകത്തുള്ള ഫാസ്റ്റ് എന്ന് പറയുന്ന PNG ഫയലാണ് നമ്മൾ പ്ലേസ് ചെയ്ത്. അടുത്ത് നമുക്കൊരു H എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് നോക്കുകയാണെന്ന് വെച്ചാൽ H2 ആണ്. സോ മെയിൻ ഹെഡർ അല്ല. സോ ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ഫാസ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. അടുത്ത് നമുക്കൊരു പാരഗ്രാഫാണ്. സോ പാരഗ്രാഫ് ജസ്റ്റ് ഒന്ന് ഡംപ് ചെയ്തു. ഓക്കെ, ജസ്റ്റ് ഒന്ന് ബ്രൗസറിനകത്തൊന്ന് നോക്കി നോക്കാം. ഇതാണ് നമ്മുടെ കണ്ടന്റ്, റൈറ്റ്? ഇനിയിപ്പോൾ ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാനുണ്ട്. ലൈക്ക് അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഇവിടെ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇത് 3 ലൈക്ക് എക്സ്ട്രീം ലെഫ്റ്റ് ടു എക്സ്ട്രീം റൈറ്റ് അല്ല,
ഇതുപോലെ തന്നെ ഈ ഒരു കണ്ടെയ്നറിനകത്ത് നമുക്ക് എന്ത് ചെയ്യണം, പ്ലേസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടെയ്നർ നമ്മൾ ആൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെക്ഷനകത്ത് വരുന്ന ഈ കാണുന്ന 3 കിഡ്സിനെയും വേറൊരു കണ്ടെയ്നറിനകത്ത് നമ്മൾ പ്ലേസ് ചെയ്യാൻ പോവുകയാണ്. div മാക്സ് വിത്ത് വരുന്ന കണ്ടെയ്നർ ഇതിനകത്തേക്ക് ഞാൻ ഡംപ് ചെയ്യുന്നുണ്ട്. ഒന്ന് ബ്രൗസറിനകത്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായി, അടുത്തൊരു കണ്ടെയ്നർ വന്നു. നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന 40 പിക്സൽസ് ലെഫ്റ്റും റൈറ്റും വന്നിട്ടുണ്ട് ആൻഡ് കണ്ടന്റ് പ്ലേസ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താ അടുത്ത സ്റ്റെപ്പ്, ഇതൊരു 3 കോളായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു റോനകത്ത് 3 കോളംസ് ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞിട്ടായിരുന്നു സൈഡ് ബൈ സൈഡ് ആയിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലെക്സ് എന്ന് പറയുന്ന പ്രൊസീജിയർ ഒന്നുകൂടി ഹെൽപ്ഫുൾ ആവും. അപ്പോൾ ഒരു റോനകത്ത് 3 കോളംസ്, ഇതാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ അപ്പോൾ ഈ കാണുന്ന കണ്ടന്റിനെ ഡയറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാനും പറ്റില്ല. അഗെയിൻ വൺ മോർ കണ്ടെയ്നർ വിച്ച് കോൾഡ് ആസ് റോനകത്ത് കോൾസ് എന്ന് പറയുന്ന കണ്ടെയ്നറിനകത്താണ് നമുക്ക് ഈ കാണുന്ന എലമെൻറ്റ്സ് എല്ലാം വേണ്ടത്. ഇങ്ങനെയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. അപ്പോൾ എത്ര കോളംസ് അല്ല, നമുക്ക് 3 കോളം വേണം. ഏതാ ഈ കാണുന്ന റോനകത്ത് 3 കോളംസോളം നമുക്ക് വേണം. അപ്പോൾ ഇതിനെന്ത് ചെയ്യുന്നു, റീയൂസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, 3 കോളംസ് ആൻഡ് ഇമേജിനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഇമേജ് നമുക്ക് വേണ്ടത് ലൈക്ക് മിനിമൽ ഓസം. ഓക്കെ, അപ്പോൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നു. ഇമേജ് ഇതല്ല, മിനിമൽ. ഓക്കെ, ആൻഡ് ഇവിടേക്ക് പോകുമ്പോഴേക്കും ഓസം എന്ന് പറയണത്. സോ ഓസം സെലക്ട് ചെയ്തു. ടെക്സ്റ്റും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് പാരഗ്രാഫ്സും ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്യാം. നമുക്ക് കോപ്പി ചെയ്യേണ്ടത് പാരഗ്രാഫിനെ അപ്ഡേറ്റ് ചെയ്തു ആൻഡ് ഇവിടേക്ക് വരുമ്പോഴേക്കും ഓസമിൻ്റെ ടെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, അപ്ഡേറ്റ് ചെയ്യുന്നു. ഇതൊന്ന് കറക്റ്റ് അലൈൻ ചെയ്യുന്നുണ്ട്. ആവശ്യമില്ലാത്ത കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുന്നു. ഓക്കെ, സേവ് ചെയ്ത് ബ്രൗസറിനകത്തൊന്ന് ചെക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ കോളംസ്. അപ്പോൾ ഡിഫോൾട്ടായിട്ട് എന്താവും, എല്ലാം ലൈക്ക് സ്റ്റാക്ക്ഡ് ഓർഡറിലാണ്. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് കോളം ആൻഡ് തേർഡ് കോളം. ഇനി നമുക്ക് ഇതിനെ സൈഡ് ബൈ സൈഡ് കൊണ്ടുവന്ന് വെച്ചെങ്കിൽ അത് റോ എന്ന് പറയുന്ന കണ്ടെയ്നറിനെ നമ്മൾ ഫ്ലെക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. സോ ഇപ്പോൾ റോന് വേണ്ടിയിട്ടുള്ള സ്റ്റൈൽ അടുത്ത് നമ്മൾ ഫംഗ്ഷനായിട്ട് ചെയ്യാൻ പോവുകയാണ്. ഡോട്ട് റോനകത്ത് എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഡിസ്പ്ലേ പ്രോപ്പർട്ടി ഫ്ലെക്സ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നു. സേവ് ചെയ്യുന്നുണ്ട്, ബ്രൗസറിൽ അപ്ഡേറ്റ് ചെയ്യുന്നു. അപ്പോൾ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ എല്ലാം വളരെ ഭംഗിയായിട്ട് സൈഡ് ബൈ സൈഡായിട്ട് വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് നേരത്തെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈസസിലൂടെയാണ് ഇവിടെ ഡിസ്പ്ലേക്ക് വരുന്നത്. അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യണം നമുക്ക്. നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഇതേ ഈ കാണുന്ന ടെക്സ്റ്റുവൽ എലമെൻറ്റ്സിനനുസരിച്ച് അല്ലെങ്കിൽ ഏറ്റവും മിനിമം എത്രത്തോളം ഷ്രിങ്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഷ്രിങ്ക് ചെയ്തിട്ടാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഫസ്റ്റ് കോളത്തിൻ്റെ സൈസ് കുറവും ഇതിൻ്റെ സൈസ് കുറച്ച് കൂടുതൽ, അടുത്തേൻ്റെ സൈസ് ഒന്നുകൂടിയും കൂടുതൽ, ഇങ്ങനെയാണ് ഇത് പ്രൊവൈഡ് ചെയ്ത് പോക്കണം. ഓക്കെ, ഇപ്പോൾ ഇതൊന്ന് കറക്റ്റ് ചെയ്യണം. നമുക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, കോൾസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. ഇപ്പോൾ കോൾസിൻ്റെ ബോർഡറാണ് ഓൺ ചെയ്യുന്നത്. ബോർഡർ 1 പിക്സൽ സോളിഡ് ബ്ലാക്കിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഈ കാരണം ബോർഡർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി നിങ്ങൾക്ക് യൂസ് ചെയ്ത് കറക്റ്റ് അതിൻ്റെ കണ്ടെയ്നർ എല്ലാം കറക്റ്റാണോ ഇല്ലയോ ഇതൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടെയ്നർ. കണ്ട, ഒരെണ്ണത്തിൻ്റെ വിത്ത് ഇത്രയേ വരുന്നുള്ളൂ, അടുത്തതിൻ്റെ വിത്ത് കൂടുതലാണ്, അതിൻ്റെ അടുത്തത് ഒന്നുകൂടി പുറത്തേക്ക് ഓവർ സെറ്റായി പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യണം നമുക്ക്. അപ്പോൾ എനിക്ക് വേണ്ടത് ഈ 3 കണ്ടെയ്നറും പ്രോപ്പറായിട്ട് ഈക്വൽ സൈസിൽ വേണം. അപ്പോൾ ഇവിടെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, കോളത്തിനകത്ത് വിത്ത് 100% എന്ന് പറഞ്ഞ് ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. ബ്രൗസറിൽ ഒന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ വിത്തും കാര്യങ്ങളും വരുന്നില്ല, കാരണം ഇമേജ് അത്രയും വലുതാണ്. അപ്പോൾ ഇമേജിനെ ഷ്രിങ്ക് ചെയ്തെങ്കിൽ നമുക്ക് ഈ കാണുന്ന വിത്ത് 100% പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വിത്ത് പഴയ പോലെ തന്നെ ഒന്ന് ഡിസേബിൾ ചെയ്യിപ്പിക്കുന്നുണ്ട്, വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഇനി വേണ്ടത് ഈ കാണുന്ന 3 ഇമേജും ഒരേ സൈസിലേക്ക് നമുക്ക് കൊണ്ടുവരേണ്ട ഒരു സിറ്റുവേഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ കോൾസിനകത്തുള്ള എല്ലാ ഇമേജസും ഇത് കോളത്തിനകത്ത് വരുന്ന ഇമേജ് അപ്പോൾ 3 കൂടി ഒരുമിച്ച് നമ്മൾ കൺട്രോൾ ചെയ്യാം. സോ നെക്സ്റ്റ് വൺ, കോൾസിനകത്തുള്ള എല്ലാ ഇമേജസിൻ്റെയും ഒന്നല്ലെങ്കിൽ വിത്ത് അല്ലെങ്കിൽ ഹൈറ്റ് വെച്ചിട്ട് നിങ്ങൾ കൺട്രോൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഒരേ ഹൈറ്റിൽ നിൽക്കുകയെന്ന് വെച്ചാൽ ഹൈറ്റ് പ്രോപ്പർട്ടി യൂസ് ചെയ്യുക. ഹൈറ്റിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 40 പിക്സൽസ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യുന്നുണ്ട്. നൗ യു ക്യാൻ സീ. ഓക്കെ ആണോ? ഓക്കെ, ഇതിൻ്റെ ഹൈറ്റ് എല്ലാം ഒരു 50 പിക്സൽസിനകത്ത് നമുക്ക് കറക്റ്റ് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം എനിക്ക് സെൻട്രലൈസ് ചെയ്യണം. അപ്പോൾ കോൾസിനകത്ത് വന്നിരിക്കുന്ന പ്രോപ്പർട്ടിയിൽ അടുത്തൊരു പ്രോപ്പർട്ടി ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്.
എവറിത്തിങ് ഈസ് ഓൺ സെൻറ്റർ. ഓക്കെ അയ്യോ ഓക്കെ. അപ്പോൾ ഇതിനകത്ത് കറക്റ്റ് നമുക്ക് സെൻറ്ററായിട്ട് വന്നു. ഇത് ലെഫ്റ്റ് പാഡിങ് വന്നിട്ടുണ്ടാവും, റൈറ്റ് പാഡിങ്. അതെങ്ങനെ വന്നിട്ടുള്ളത്, കണ്ടെയ്നർ എന്ന് പറയുന്ന പ്രോപ്പർട്ടീനകത്ത് നമ്മൾ പാഡിങ് ടോപ്പ് ബോട്ടം 0 ലെഫ്റ്റ് റൈറ്റ് 40 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലെഫ്റ്റ് റൈറ്റ് 40 ആണ് ഇപ്പോൾ നമുക്കിവിടെ ട്രാൻസ്ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ഫൈൻ. അപ്പോൾ ഇനി ഇത് നോക്കുകയാണെന്ന് വെച്ചാൽ ഫാസ്റ്റ് ഒന്നുകൂടി വലിയ സൈസ്, മിനിമൽ ചെറിയ സൈസിലാണ് കൊടുക്കുന്നത്, ഓസം അതുപോലെ. അപ്പോൾ ഡിഫറെൻറ്റ് സൈസസിലാണ്, വിത്ത് സൈസസിലാണ് ഈ കാണുന്ന കോളംസ് ഒന്ന് കൊടുക്കുന്നത്. ഇതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ലാസ്റ്റ് ആ ഡിസേബിൾ ചെയ്ത വിത്ത് 100% ഒന്നുകൂടി ഞാൻ എനേബിൾ ചെയ്യുന്നു. നൗ എവറിത്തിങ് ഈസ് ഓൺ സെയിം സൈസ് ഇറ്റ് സെൽഫ്, എല്ലാം ഒരേപോലെ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്പേസസ് അറേഞ്ച് ചെയ്യുന്ന മെത്തേഡ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു, ഗ്യാപ്പ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി. ബട്ട് ആ പ്രോബ്ലം എന്താണ്, അത് ഗ്യാപ്പ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഫയർഫോക്സിൽ മാത്രമേ വർക്കാവുള്ളൂ, ബാക്കി ഒരു ബ്രൗസറിലും ഇത് വർക്കാവില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പോം വഴി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതായത് സൂഡോ സെലക്ടർ, കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ളൊരു സിബ്ലിംഗ് സെലക്ടർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വർക്കൗട്ട് ചെയ്ത്. കാരണം എനിക്കിത് വേണ്ടത് ഈ സ്പേസസ്, ഇവിടെ എനിക്ക് സ്പേസ് വേണം, അതുപോലെ തന്നെ ഇവിടെ എനിക്ക് സ്പേസസ് വേണം. അപ്പോൾ ഈ സെക്കൻഡ് കണ്ടെയ്നറിൻ്റെ ലെഫ്റ്റ് മാർജിൻ, തേർഡ് കണ്ടെയ്നറിൻ്റെ ലെഫ്റ്റ് മാർജിൻ, ഫസ്റ്റ് കണ്ടെയ്നറിൻ്റെ ലെഫ്റ്റ് മാർജിൻ എനിക്ക് വേണ്ട. അപ്പോൾ ഈ സെക്കൻഡും തേർഡും കണ്ടെയ്നേഴ്സിൻ്റെ ലെഫ്റ്റ് മാർജിൻ എനിക്ക് എന്ത് ചെയ്യണം, ആഡ് ഓൺ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സിബ്ലിംഗ് സെലക്ടറാണ് യൂസ് ചെയ്തത്. പ്ലസ് എന്ന് പറഞ്ഞ് ഓർക്കുണ്ടാവും. സോ കോൾസ് പ്ലസ് കോൾസ്, ഇതിനകത്ത് വരുന്ന മാർജിൻ ലെഫ്റ്റ് എനിക്ക് എന്ത് ചെയ്യണം, ഒരു 40 പിക്സൽസോളം വേണം. ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടത് കറക്റ്റായി. അപ്പോൾ ഈ കാണുന്ന 40 പിക്സൽസ് പാഡിങ് മെയിൻ പാഡിങ് ആണ് കണ്ടെയ്നർ എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന 40 പിക്സൽസും ഇവിടെ വന്നിരിക്കുന്ന 40 പിക്സൽസ് മാർജിനാണ്. ഏതിൻ്റെയൊക്കെയാണ്, സെക്കൻഡും തേർഡിനും മാത്രമേ വർക്കാവുള്ളൂ. ഇതെങ്ങനെയാണ് വർക്കാവുകയെന്ന് ഞാൻ പറഞ്ഞു തന്നു. നമ്മൾ ഈ കാണുന്ന പ്രോപ്പർട്ടി അസൈൻ ചെയ്യാൻ പോണത് ഈ കാണുന്ന ക്ലാസ്സിലാണ്. ഓക്കെ, ബട്ട് ആ പർട്ടിക്കുലർ ക്ലാസ്സിൻ്റെ തൊട്ട് മുമ്പ് ഡെഫിനറ്റ് ആയിട്ട് കോൾസ് എന്ന് പറയുന്ന വേറൊരു ക്ലാസ്സും കൂടി വന്നെങ്കിൽ മാത്രമേ വർക്കാവുള്ളൂ. അപ്പോൾ ഞാനിവിടെ സ്ട്രക്ചർ നോക്കുകയാണെന്ന് വെച്ചാൽ ഇത് ഈ കാണുന്നതാണ് നമ്മുടെ ആദ്യത്തെ കോൾസ്. ഇതിന് തൊട്ട് മുമ്പ് കോൾസ് ഉണ്ടോ എന്ന് നോക്കുന്നു, ഇല്ല. അപ്പോൾ ഈ കാണുന്ന കണ്ടെയ്നറിന് ലെഫ്റ്റ് മാർജിൻ അപ്ലൈ ആവില്ല. അടുത്ത് ഇതെടുക്കുമ്പോൾ ഇതിൻ്റെ തൊട്ട് മുമ്പ് കോൾസ് ഉണ്ടോ, ഉണ്ട്. അപ്പോൾ എന്തായി, ഇവിടെ ആ മാർജിൻ ലെഫ്റ്റ് അപ്ലൈ ആവും. അടുത്ത് ഈ കാണുന്ന കണ്ടെയ്നർ, ഇതിൻ്റെ തൊട്ട് മുമ്പും കോൾസ് വന്നിട്ടുണ്ട്. സോ ഈ കാണുന്ന കണ്ടെയ്നറിൽ, അങ്ങനെ ഈ രണ്ട് കണ്ടെയ്നറിനകത്ത് മാത്രമേ നമുക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ മാർജിൻ ലെഫ്റ്റ് അപ്ലൈ ആവുന്നുള്ളൂ. സോ അപ്പോൾ ആ ഒരു സെക്ഷനും കൂടി നമ്മൾ എന്ത് ചെയ്തു, എഫക്റ്റീവായിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. അടുത്ത സെക്ഷൻ എന്ന് പറയുമ്പോഴേക്കും ഓക്കെ, ഈ സെക്ഷനിൽ തന്നെ കുറച്ചും കൂടി പ്രോപ്പർട്ടീസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാണ്ട്, ആ പ്രോപ്പർട്ടി കൂടി ഒന്ന് നോക്കാം കയ്യോടെ. ഓക്കെ, ഈ കാണുന്ന ഹെഡർ 2 എല്ലാം എന്തായിരിക്കും, എനിക്ക് റോബോട്ടോ 30 പിക്സൽസിലാണ് വേണം. ഇതിനൊരു കളറും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റോബോട്ടോ മെയിൻ ബേസ് ഫോണ്ടാണ് യൂസ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫോണ്ട് മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല, ബട്ട് സൈസസ് മെൻഷൻ ചെയ്യണം. അപ്പോൾ സൈസസ് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഏതാ നമ്മുടെ കോൾസിനകത്തുള്ള H2നും എന്താണ് പ്രോപ്പർട്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ കോൾസിനകത്തുള്ള H2 എന്താണ് പ്രോപ്പർട്ടി, ഇതിൻ്റെ ഫോണ്ട് സൈസാണ് നമുക്ക് വേണ്ടത് മെയിനായിട്ട്. ഓക്കെ, 30 പിക്സൽസ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ആൻഡ് ഇതിൻ്റെ കളർ എന്താണ് വേണ്ടത്, നമുക്ക് കളർ നോക്കുകയാണെന്ന് വെച്ചാൽ ഒരു ഡാർക്ക് കളറാണ്, ദാറ്റ് ഈസ് സിമിലർ ടു ദിസ് കളർ. ഓക്കെ, ഈ കാണുന്ന കളേഴ്സിൻ്റെ ഒരു ഇതാണ് വേണ്ടത്, നമുക്ക് കളർ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, കളേഴ്സാണ്, കളേഴ്സ് വേരിയബിളിനെ റീയൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഏതാ വേണ്ടത്, എനിക്ക് ഡാർക്ക് കളറാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, ഡാർക്ക് കളർ മെൻഷൻ ചെയ്തു, ഒന്ന് സേവ് ചെയ്യുന്നുണ്ട്. ബ്രൗസറിനകത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കളർ ഇവിടെ അപ്ഡേറ്റ് ആയിട്ടില്ല, എന്താ കളർ നോട്ട് കളേഴ്സ് വർക്കൗട്ടായി. ഇനി ഇതിൻ്റെ ഫോണ്ട് സൈസ് ഓക്കെ, അടുത്ത് ഫുൾ ക്യാപിറ്റലാണ് നമുക്ക് വേണ്ടത്. ഫുൾ ക്യാപിറ്റലിലേക്ക് വരാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ട്രാൻസ്ഫോം അപ്പർ കേസിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യുന്നുണ്ട്, സേവ് ചെയ്യുന്നുണ്ട്. യെസ്, അപ്പർ കേസിലേക്ക് വരും ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതും കറക്റ്റായിട്ടുണ്ട്, ടെക്സ്റ്റും കാര്യങ്ങളെല്ലാം ഓക്കെ ആയി വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വേണ്ടത് ഈ ഇമേജിൻ്റെ ടോപ്പിൽ കുറച്ച് സ്പേസസ് പ്രൊവൈഡ് ചെയ്യാനും കുറച്ചും ബെറ്റർ ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർട്ടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇമേജിൻ്റെ മാർജിൻ ടോപ്പ് ഒരു 20 പിക്സൽസോളം അസൈൻ ചെയ്യുന്നു. സോ ഇമേജിൻ്റെ മേലിൽ നമുക്ക് എന്തായി, ഒരു 20 പിക്സൽസോളം സ്പേസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ കണ്ടെയ്നറിൻ്റെ വർക്കും കഴിഞ്ഞു. അടുത്ത് നമ്മൾ മൂന്നാമത്തെ സെക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത്.